ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വോൾ ഡെക്കറാണ്. ഇത് റീയൂസ് ഐഡിയ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ബുക്കിൻ്റെ ഒക്കെ പുറത്തുള്ള കാർഡ്ബോർഡ് ഇല്ലേ, അതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളർ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു വോൾ ഡെക്കർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സ് ആണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് കളർ എടുക്കണമെന്ന്. പിന്നെ നമുക്ക് മെയിൻലി 2 കളർ വേണം. നമുക്കൊരു ഗ്രേയും വേണം, ഒരു A4 ഷീറ്റ് വൈറ്റും വേണം. ഈ വൈറ്റ് കളർ പേപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിനും യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ബുക്കിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. കട്ടിയുള്ളത് എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോൾ ആണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു കുഞ്ഞു കത്രികയാണ്, നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്യാനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ടേപ്പാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു വൂളൻ യാണാണ്. ഇപ്പോൾ ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെൻസിലും വേണം, പിന്നെ ഒരു റൂളറും വേണം. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഗ്രേ കളറ് നമ്മുടെ ആ ഒരു ബുക്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പുറയിൽ ഞാൻ ഫെവിക്കോളും സെല്ലോ ടേപ്പും ഒന്ന് വെള്ളത്തിന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ ലവുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ കളർ പേപ്പറിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ്, അങ്ങനെ അളവൊന്നുമില്ല, ഒരു സ്ട്രിപ്പ് കീറി എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കൂട്ടൊന്ന് മടക്കിയെടുക്കുക. ഹാഫായിട്ട് മടക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഹാഫായിട്ട് മടക്കാം. കണ്ടോ? അങ്ങനെ നമുക്ക് എല്ലാ കളർ പേപ്പറുകളും മടക്കി വെക്കണം. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരുന്നു. ഒരു ഹാഫ് ലവ് ഇല്ലേ, അതിൻ്റെ അകത്തൊരു ഹാഫ് ലവ് വരച്ചിട്ട് നമുക്ക് അങ്ങനെ കണ്ടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ലവ് ആയിട്ട് വരച്ചിട്ടും കണ്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ലവ് ആണ് വേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഞാൻ കാണിച്ച വഴിയാണ് ഇച്ചിരിയും കൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് കീറി വെച്ചേക്കുന്ന പേപ്പർ എല്ലാം ചെയ്തെടുക്കാം. മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഓരോന്നിനകത്തും ഹാഫ് ലവ് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിനകത്തും ഹാഫ് ലവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ എടുക്കാം. എന്നിട്ട് നമ്മൾ 2 കളറിലുള്ളത് 2 ലവ്സ് ആക്കിയില്ലേ, അപ്പോൾ നമുക്ക് അതെടുക്കാം. എന്നിട്ട് ഒരു ലവിൽ ഹാഫായിട്ട് മടക്കിയിട്ട് എന്നിട്ട് അതിനകത്ത് ഇച്ചിരി പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇച്ചിരി പശ അപ്ലൈ ചെയ്യാവുള്ളൂ. അതിനായിട്ട് ഞാൻ ഇച്ചിരി പ്ലേറ്റിനകത്താണ് പശ എടുത്തത്. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന കൂട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു മറ്റേ ഹാഫ് നടുക്കൂന്ന് മടക്കിയിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഒരു ബട്ടർഫ്ലൈ കൂട്ടിയിരിക്കണം. കണ്ടോ? ഇനി നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ അതിനകത്ത് ഇച്ചിരി ക്രാഫ്റ്റിൻ്റെ പിക്സൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുക്കൂന്ന് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കാം. എന്നാലേ ഒന്ന് ഫ്ലഫി ആയിട്ട് ഇരിക്കത്തുള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാം മടക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് പേപ്പർ ഇല്ലേ, വൈറ്റ് പേപ്പർ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. അത് ഒരേ അളവിലായിരിക്കണം മുറിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ബോർഡർ കൂട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കൂട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് 4 സൈഡിലും ഒന്ന് ബോർഡർ കൊടുക്കാം. നമ്മൾ 4 സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബാക്കി വന്നത് കണ്ടിച്ച് കളയുന്നില്ല, ഒരു ഇത് കിട്ടത്തില്ല. അതിനായിട്ട് ഞാൻ പുറയിലോട്ട് അങ്ങ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. കണ്ടിച്ച് കളഞ്ഞാൽ നമ്മൾ അങ്ങനെ ഫിനിഷിങ് കിട്ടത്തില്ല. അതുകൊണ്ട് പുറയിലോട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കും.
നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിച്ചും കളയാട്ടോ. അപ്പം നമ്മളിതാ ബോർഡറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു പ്ലാന്റ് കൂട്ട് ഒന്ന് വരച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല. ഇനി നമ്മൾ അത് വൂളനെയാണ് വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈനറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വൂളൻ ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ബ്രാഞ്ചസ് കൂട്ടൊക്കെ വച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ബ്രാഞ്ചസ് വേണോ വേണ്ടയോ എന്നൊക്കെ. അപ്പം നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ലവുകളില്ലേ അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലവുകൾ ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഫെവിക്കോൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിബോണ്ട് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിത് കാണിക്കുന്ന ഒട്ടുന്ന ഒട്ടിച്ചു കൊടുക്കാം. നല്ലതായിട്ട് പ്രസ് ചെയ്യണം, എന്നാലേ നല്ലതായിട്ട് അത് ഇരിക്കത്തുള്ളൂ. അപ്പം നമ്മളിതാ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ഷുഗർ ബീറ്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. ബ്ലൂ ഷുഗർ ബീറ്റ്സ് നമ്മുടെ വിങ്സിലില്ലേ, വിങ്സ് ആ ഒരു ലവിൻ്റെ ബട്ടർഫ്ലൈ കൂട്ടിയിരിക്കുന്നതിൻ്റെ നടുക്കായിട്ടൊന്ന് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ? അങ്ങനെ ഞാൻ പല കളറ് എൻ്റെ കയ്യിൽ ഷുഗർ ബീറ്റ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ ഓരോ കളർ മാച്ചിങ്ങിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മളിതാ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഞാൻ താഴെ മുത്തുകളൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു പേപ്പർ റിബൺ കൂട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ വേൾഡ് ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എന്നിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ഇത് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. రాములో రాములా నన్నాగం చేసింది రో రాములో